നമസ്കാരം. മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ ചുവടുകൾ വെച്ച് ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിൽ നിറസാന്നിധ്യമായി മാറിയ ലിജോ മോളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ലിജോ മോളുടെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓലമടലോ അത് മയിൽപീലിയാ. നോക്കണ്ട, ഞാൻ തന്നെ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കനമേകും മണ്ണാണ് മണ്ണ്. നമസ്കാരം. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ഒരു ഹിറ്റ് ചിത്രമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ശരിയല്ലേ? അതെ, ആണ്. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? പുതിയ സിനിമാ വിശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എൻ്റെ ക്യാരക്ടർ നന്നായി, അതുപോലെ സിനിമ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്ത് ക്യാരക്ടറാണ് കാര്യമായിട്ട് അതിനകത്ത് ചെയ്യാൻ സാധിച്ചത്? കാരണം ഒരു സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയിൽ എത്തിയപ്പോൾ തന്നെ നായിക പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കനി എന്നാണ്. മഹേഷിൽ സോണിയ എന്ന് പറയുന്നത് ഒരു നാടൻ പെൺകുട്ടിയായിരുന്നു, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നാടനാണ് കനി. കനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കനിയുടെ ലോകം എന്ന് പറയുന്നത് അവളുടെ ഫാമിലി പ്ലസ് ഹീറോ, അത്ര മാത്രമേ ഉള്ളൂ. അതാണ് അവളുടെ ലോകം. പിന്നെ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, തയ്യൽ ജോലികൾ, മറ്റേ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യല്, അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ തീരെ നാടൻ പെൺകുട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, എനിക്കറിയാം. ലിജോ മോളുടെ വീട് ഇടുക്കി ജില്ലയിലാണ്. അതെ. ലിജോ മോള് ശരിക്കും വളരെയേറെ ഒരു ഗ്രാമീണ, ഒരു ശാലീനത തുളുമ്പുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് രണ്ട് സിനിമകളിലും വന്നിരിക്കുന്നത്. അതെ. ജീവിതത്തിൽ ഇങ്ങനെയാണോ? അത്ര നാടനല്ല, അത്യാവശ്യം മോഡേണാണ്. പക്ഷേ ലിജോ മോളിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ആക്സസറീസിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് സിനിമാ താരങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ല, കോളേജിൽ പോവാ. എന്നെ എവിടെ? ഫ്ലെക്സിബിലിറ്റി അടിക്കാൻ വന്ന നൂറിനാൽ ജ്വല്ലറിയുടെ സർവത്ത് കുടിക്കണം. യോ വേണ്ട, ലേറ്റ് ആവും. ഇതേ മുഖത്തിനെ പറ്റി പിടിച്ചിരിക്കുന്നേ. അവിടെ ലിപ്രേ. ആ, ഒരു എഗ് പപ്സ് കഴിച്ചായിരുന്നു. നാണം കിട്ടുന്ന പലഹാര പപ്സ്. എന്നാ ശരി, ഞാൻ പോട്ടെ. ഫ്ലെക്സ് അടിക്കാനുള്ള. ബൈ ബൈ. ഒരു സിംപ്ലിസിറ്റി ജീവിതത്തിൽ കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെയാണ്. എനിക്ക് അധികം ആക്സസറീസിനോടൊന്നും താല്പര്യമില്ല. സിമ്പിളായിട്ട് പോകാനാണ്. സിമ്പിളാണ്. ഈ ആദ്യത്തെ സിനിമയും രണ്ടാമത്തെ സിനിമയും തമ്മിൽ വരുമ്പോൾ ആദ്യത്തെ സിനിമയിൽ ഓഡീഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സിനിമയിൽ എങ്ങനെയാണ് ഒരു എൻട്രി കിട്ടിയത്? ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ റോഷൻ ചേട്ടനാണ് വിളിച്ചിട്ട് നാദർഷിക്കയുടെ ഒരു മൂവി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കഥ പറഞ്ഞു എന്നോട്. പിന്നെ നാദർഷിക്കയെ മീറ്റ് ചെയ്തു, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷപൂർവ്വം സമ്മതിച്ചു. അതെ. നമുക്കറിയാം മഹേഷിൻ്റെ പ്രതികാരം ഡയറക്ടർ ദിലീഷ് പോത്തനാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ സോണിയ മോളെ ലിജോ മോളിൽ കണ്ടെത്തിയത്? ശരിക്കും ഞാൻ PG സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ കാസ്റ്റിംഗ് കോൾ കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോസ് അയച്ചത്. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാൻ നോക്കി എന്തെങ്കിലും റിപ്ലൈ ഉണ്ടാവുമെന്നൊക്കെ. പിന്നെ റിപ്ലൈ ഒന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും അയച്ചതല്ല. പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ചതില്ല. പിന്നെ ഒരു 2-3 ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് കോള് വന്നത്. എന്നെ വിളിച്ചത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്യാമേട്ടൻ്റെ വൈഫ് ഉണ്ണിമായ ചേച്ചിയാണ്. ഉണ്ണിമായ ചേച്ചി പറഞ്ഞു ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം ഒന്ന് ഓഡീഷന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വെറുതെ അയച്ചതാണ് ഫോട്ടോസ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഓഡീഷന്. ചേച്ചി പറഞ്ഞു ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകും, വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓഡീഷന് വന്നു. അപ്പോൾ എന്നെക്കൊണ്ട് അവിടെ 1-2 സീൻസ്, ഈ ഫിലിമിലെ തന്നെ 1-2 സീൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ വേറെ 1-2 സിറ്റുവേഷൻസും കൂടി തന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വിളിച്ചു, ഇതിൽ സോണിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ? ഈ നമ്മൾ ഈ ഓഡീഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുമല്ലോ, മിക്കവാറും എനിക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഇത് 2 കാര്യങ്ങളാണല്ലോ തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞപ്പോഴെന്താ തോന്നിയത്? ഇല്ല, കഴിഞ്ഞിറങ്ങിയത് ഈച്ചനോട് പറഞ്ഞു എന്താണെങ്കിലും കിട്ടില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ നേരെ ഡയറക്റ്റ് പോണ്ടിച്ചേരിക്ക് പോയി.
പക്ഷേ പിറ്റേ ദിവസം ക്ലാസ്സിലിരുന്നപ്പോഴാണ് കോൾ വന്നത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ സെലക്ട് ആയില്ല എന്ന് പറയാൻ ഇവർ വിളിക്കുമോ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാറ് കാണാതെ മെസ്സേജ് അയച്ചു, ഞാനിപ്പോൾ ക്ലാസ് കാണാം. അപ്പോൾ ചേച്ചി എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്തു, ക്ലാസ് കഴിഞ്ഞ ഉടനെ തിരിച്ച് വിളിക്കണം. എടുത്തപ്പോൾ പറഞ്ഞു റിജോയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, എന്താണെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഈ സോണിയാമോളും സൗബിനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ പ്രേക്ഷകരെ എന്തായാലും കുറേ ചിരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു കൂട്ടുകെട്ട്? അതെങ്ങനെയാണ് ഫീൽ? സൗബിൻ ചേട്ടൻ എന്നോട് നല്ല സെറ്റിൽ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. അതുപോലെ ഫുൾ ടൈം ചിരിപ്പിച്ചുകൊണ്ടിരിക്കും ആളുകളെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും പറയാം, പക്ഷെ ബാക്കിയുള്ളവർ മൊത്തം ചിരിയായിരിക്കും. ഞാനൊരു പാവം വർമ്മ, ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപവർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. തെക്കൻ തിരുവിതാംകൂറുമായിട്ട് ഒരു ബന്ധമുണ്ട് എനിക്ക്. ചാച്ചൻ പോയി ഷർട്ട് ഇട്ടിട്ട് വാ. വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി. ലാലേട്ടൻ ഫാനാ? അല്ല, മമ്മൂക്ക. ഞാൻ ലാലേട്ടൻ ഫാനാ. മമ്മൂക്ക് ഇപ്പം എന്നാ റോളുകളും ചെയ്യും. തെങ്ങേറ്റക്കാരൻ, ചായക്കടക്കാരൻ, പൊട്ടൻ, മന്നൂതി. പക്ഷെ നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ, വർമ്മ നായരും മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? നല്ലതല്ലേ? എന്നാ ചിരിച്ചേ? പിന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതല്ല, ഒരുപാട് ഭക്ഷണപ്രിയനാണ്. ഇപ്പം ഒരുപാട് ഇഷ്ടമാണ് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ സൗബിനേട്ടൻ. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാനും സൗബിനേട്ടനും അതുപോലെ അപർണയും കൂടി ഞങ്ങൾ 3 പേരും കൂടെ അവിടെ അടുത്തുള്ള ഹോട്ടലുകളിലൊക്കെ പോകും, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ അങ്ങനെ നല്ല കമ്പനിയായി. അപ്പോൾ പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല സൗബിനേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ. കുറേ സുഹൃത്തുക്കളെയൊക്കെ കിട്ടിയോ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട്? ഒരുപാട് പേരെയൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും വളരെ കുറച്ച് വളരെ അടുത്ത ഫ്രണ്ട്സിനെ കിട്ടി. നല്ല ഏറ്റവും ജീവിതത്തോട് ചേർന്ന് നിൽക്കാമെന്ന് പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ സെലക്ട് ചെയ്യാൻ കിട്ടി? സൗബിനേട്ടൻ വളരെ നല്ല ഫ്രണ്ടാണ്. അതുപോലെ അലൻഷേട്ടൻ ഇടയ്ക്കൊക്കെ വിളിക്കും. പിന്നെ അപർണ, ഇപ്പോൾ കട്ടപ്പനയിലെ ഇതിൽ വിഷ്ണു ചേട്ടൻ നല്ല ഫ്രണ്ടാണ്. നല്ലൊരു സ്റ്റുഡൻറ് കൂടിയാണ് അല്ലേ വിജയമോൾ? ശരിയല്ലേ? മോശമല്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പഠനവും ഈ ആക്ടിങ്ങും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? ഇപ്പോൾ ഞാൻ PG കഴിഞ്ഞു. ഇപ്പോൾ മഹേഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരും ഒരുപാട് സഹകരിച്ചു. എനിക്കിപ്പോൾ എക്സാമുള്ള സമയത്ത് എനിക്ക് ഷൂട്ട് ഒഴിവാക്കി എൻ്റെ എക്സാം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഒരു ഷൂട്ടൊക്കെ എൻ്റെ പോർഷൻസ് വെച്ചത്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകമോ സ്കിറ്റുകളോ ഒന്നും ചെയ്തിട്ടില്ല? സാധാരണ എല്ലാവർക്കും അങ്ങനെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാറില്ല. അല്ല, അഭിനയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അതും ഇല്ലായിരുന്നു. അപ്പോൾ സത്യത്തിലൊരു എങ്ങനെയാണ് യാദൃച്ഛികമായി വന്ന് പെട്ടതാണോ? അതെ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു വെറുതെ ഒരു ഫോട്ടോ വയ്ക്കുക. എന്ന് വെച്ചാൽ എന്തിനാണ്? കാരണം എനിക്കിപ്പോൾ പറഞ്ഞ പോലെ ആക്ടീവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാ ഫോട്ടോ വയ്ക്കുക? എനിക്കറിയാം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. നീ വെറുതെ അയച്ചു നോക്കുക, ചിലപ്പോൾ ഇതാണ് നിൻ്റെ തലവരെയെങ്കിലോ നിനക്ക് നല്ല കാലം വരാൻ പോവാണെങ്കിലോ എന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ ഫോട്ടോ അയച്ചതാണ്. എൻ്റെ നേരിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് സിനിമയിലാണ് അഭിനയം. അപ്പോൾ ഒരു നല്ല കാലം വന്ന് തുടങ്ങിയിരിക്കുകയാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി ഇത് തുടരാൻ തന്നെയാണോ പരിപാടി, അതെയോ പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്നോ? എനിക്ക് PhD ചെയ്യണമെന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഇയർ ഞാൻ PhDക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അതുവരെ സിനിമകൾ നല്ലത് കിട്ടിയാൽ ചെയ്യും. പുതിയ പ്രോജക്റ്റുകളുണ്ടോ? ഇപ്പോൾ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല, അനൗൺസ് ചെയ്തിട്ടില്ല, പറയാൻ പറ്റില്ല. വീട്ടിലെങ്ങനെയാണ്, എന്തൊക്കെയാണ് വീട്ടിൽ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, ഇത്ര പേരാണുള്ളത്. അമ്മ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്, അച്ഛന് കൃഷിയാണ്, അനിയത്തി ഇപ്പോൾ MBA സെക്കൻഡ് ഇയർ തിരുവനന്തപുരത്ത്. പീരുമേടാണല്ലേ വീട്? അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മഹേഷിൻ്റെ പ്രതികാരവും ഇടുക്കി ജില്ലയിൽ കേന്ദ്രീകരിച്ചുണ്ടായ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ഈ കട്ടപ്പനയിലെ സിറ്റുവേഷൻ, കട്ടപ്പന ഇടുക്കിയിലെ വലിയ പ്രധാനപ്പെട്ട ഒരു ടൗണാണ്. അപ്പോൾ ഈ പീരുമേടുകാരി എന്ന നിലയിൽ അവിടെ ജനിച്ചു വളർന്നത് കൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് എളുപ്പം തോന്നിയോ? ഒരു നാട്ടുംപുറവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ മഹേഷിന്റെ പ്രതികാരം ചെയ്യുന്ന സമയത്ത് ദിലീഷ് ചേട്ടൻ പറഞ്ഞു, നീ വീട്ടിൽ എങ്ങനെ ഇരിക്കുന്നു, TV കാണാൻ എങ്ങനെ ഇരിക്കുന്നു, അല്ലെ വീട്ടിലെങ്ങനെ നീ ബിഹേവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. He's got a glove on that, and it's enough for 4, and it's a boundary which brings up the half century for Rohit Sharma. Oh, look at this! Oh, it's handsome. Into the night sky it goes. വേണ്ട, ചാച്ചനാണിന്റെ വിക്കറ്റ് പോകും. കാണാനില്ലെന്നോ? നീ നല്ലോണം നോക്കിയായിരുന്നു? പോയി. എനിക്ക് ഞാനായി തന്നെ ബിഹേവ് ചെയ്താൽ മതിയായിരുന്നു കൂടുതൽ സമയത്ത്. പക്ഷേ കട്ടപ്പനയിലെ ഋതിക് റോഷനിൽ സിനിമ കട്ടപ്പനയിൽ നടക്കുക, പക്ഷെ തൊടുപുഴയിലായിരുന്നു ഷൂട്ട്.
പക്ഷേ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ലാങ് മാത്രം കുഴപ്പമില്ല, ഇടുക്കിയാണ്. അപ്പോൾ അത് ഡയലോഗ് ഡെലിവറി മാത്രം പ്രശ്നമില്ല, ബാക്കിയൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എങ്ങനെ സിനിമയിൽ ആരുടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളിങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരുമല്ലോ ചിലപ്പോൾ, അതേ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എല്ലാം ഓക്കെ അങ്ങനെ ഒരിക്കലും ഇല്ല, ആർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? മഹേഷിന്റെ പ്രതികാരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ദിലീഷ് ചേട്ടൻ തന്നെ. ദിലീഷ് ചേട്ടൻ പറയും നീ കൂളായിട്ട് നിൽക്കുക, ഒന്നും ആലോചിക്കണ്ട. പേടി തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ 2 സിനിമയിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ചിന്ന സിനിമയിലും ഉണ്ട്. അതെപ്പോഴും ഉണ്ടാവും. ഏതായാലും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ദിലീഷ് ചേട്ടൻ തന്നെ മാക്സിമം നമ്മളെ കൂളാക്കും. പിന്നെ അതുപോലെ സൗബനേട്ടൻ എന്നോട് പറഞ്ഞു തരുമായിരുന്നു, നമ്മളിപ്പോൾ നീ ആക്ട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട, നമ്മളിപ്പം ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നീ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, അത്രമാത്രം ചെയ്താൽ മതി എന്ന് പറയാം. തുടങ്ങിയ 3 കമ്പനികളുടെ അംഗീകൃത വിതരണങ്ങൾ. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, തികഞ്ഞ വിലക്കുറവ്, ജില്ലയിലെ മികച്ച ഷോറൂം. നോക്കണ്ട, ഞാൻ തന്നെയാ. ചാച്ചനോട് പറയാൻ നിൽക്കണ്ട. ശ്വാസകോശം വന്നോ? ഇല്ല, ഇപ്പൊ വരും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. അതുപോലെ അലൻഷറേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഇപ്പോൾ കട്ടപ്പന ഋതിക് റോഷനിലാണെങ്കിൽ സലിംകുമാറായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്ന് പറയുന്നു. അതുപോലെ സീമ ചേച്ചി, എൻ്റെ അമ്മയായിട്ട് ചെയ്തത് സീമ ചേച്ചിയും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഓലമടലോ, അത് മയിൽപീലിയാ. പിന്നെ ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ ഹെൽപ്പ് ചെയ്തു. കുറേ പേര് എനിക്ക് തോന്നുന്നു ഞാനൊരു ടീമുമായിട്ട് കംഫർട്ടബിൾ ആയാൽ പെർഫോമൻസ് ബെറ്റർ ആവും. അപ്പം ഞാൻ എവിടെ ചെന്നാലും ആദ്യത്തെ പ്രശ്നം അതായിരിക്കും, ആദ്യത്തെ ഒരു 2-3 ദിവസം എല്ലാവരുമായിട്ടൊന്ന് കമ്പനിയായി വരാനുള്ള ഒരു പ്രശ്നം. അപ്പോൾ അത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യും, വേഗം കമ്പനി ആവാൻ അവർ തന്നെ വന്ന് സംസാരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കൂട്ടുകാരും വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാണ് സിനിമ ഫീൽഡിൽ, സിനിമയിൽ ചെയ്യാനൊക്കെ? എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്. എല്ലാവർക്കും ഇനി ഞാൻ സിനിമ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുപോലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ആദ്യം ഭയങ്കര അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ സ്റ്റേജസിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ആദ്യം വിളിച്ചിട്ട് ലിജോ നീ ഇത്ര നന്നായി ചെയ്യുമോ, നമ്മുടെ പഠിക്കുന്ന സമയത്തൊന്നും നീ സ്റ്റേജിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ നല്ല പ്രൊജക്ട്സ് ചെയ്യണം. എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവാണ്. പോയി ഫിലിംസ് കാണും, 2-3 വട്ടമൊക്കെ പോയി കാണും. ഈ ഒരു നാടൻ പെൺകുട്ടിയായി ഇങ്ങനെ ഇടുക്കി ജില്ലയിൽ ജീവിച്ചിട്ട് പെട്ടെന്നൊരു സിനിമാ നടി എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് വന്നു കഴിഞ്ഞപ്പം എന്തെങ്കിലും ലൈഫിലൊരു വ്യത്യാസം വന്നോ? ഇല്ല, ഒന്നും വന്നില്ല. എന്നാലും ഇങ്ങനെ പ്രേക്ഷകരൊക്കെ കാണുമ്പം എന്നെ അധികം ആളുകൾ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം ഫിലിമിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണെന്നാണ് എല്ലാവരും. ഇപ്പോൾ ഞാൻ ഈ ഫിലിം ചെയ്യുന്ന സെറ്റിലാണെങ്കിലും ഇത് കട്ടപ്പനയിൽ ചെയ്തത് ഞാനാണെന്ന് ചിലർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആളുകൾക്ക് എന്നെ തിരിച്ചറിയാൻ കുറച്ച് പാടാണ്. അങ്ങനെ കണ്ടിട്ടുള്ള റെസ്പോൺസ് ഇല്ല, അല്ലാതെ ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. 2 സിനിമയിലേ ആയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് സിനിമ വരാൻ കിടക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ നല്ലൊരു തിരക്കായിരിക്കും. എവിടെ പോയി നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നൊരു കാലം വിദൂരതല്ല. അറിയില്ല. എന്തൊക്കെയാണ് ഹോബീസ്? വായന ഇഷ്ടമാണ്, അതുപോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ധാരാളം യാത്ര ചെയ്യും? അത്യാവശ്യം. ഈ സിനിമയിൽ വന്നിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരു വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട്, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ. ജീവിതത്തിൽ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുക?
അതിനെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അത് നല്ലതാണെന്ന് തോന്നിയാൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അത് കേട്ടതുപോലെ വിടും, അത്രേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇനി എന്താണ് കൂടുതൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പുതിയ എനിക്ക് നെക്സ്റ്റ് PhD പഠിക്കാൻ ഉള്ള ടൈം വരെ, PhDക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയം വരെ നല്ല എന്തെങ്കിലും റോൾസ് കിട്ടിയാൽ ചെയ്യും, അതല്ലെങ്കിൽ PhDക്ക് പോകുന്നില്ല. PhDക്ക് പോകുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ നല്ല റോൾസ് ചെയ്യാനായിട്ട് പറ്റും. സിനിമയിലാണ് അങ്ങനെ പറ്റില്ല, കാരണം ഞാൻ റെഗുലറായിട്ട് ചെയ്യാനാണ്. അപ്പോൾ 5 വർഷം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യാൻ തന്നെയാണ്. ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ വർക്ക് ചെയ്യുമ്പോഴാണോ ഫിലിമിൽ വരുമ്പോഴാണോ ഒരു കൂടുതൽ സംതൃപ്തി? അതെന്തുകൊണ്ടാണ്? ഇല്ല, അത് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിഗ്രി BSc വിഷ്വൽ മീഡിയ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, എനിക്കിഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റോറീസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഞാൻ കംഫർട്ടബിൾ അതിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നു പെട്ടതല്ല സിനിമയിൽ. സിനിമയേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ജേർണലിസം തന്നെയാണ്. അപ്പോൾ എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ പ്രതീക്ഷിക്കാമോ ഭാവിയിലേക്ക്? ഞാൻ സിനിമയിൽ ഒന്നും പയറ്റാൻ സംവിധായകയോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നില്ല, ഒന്നുമില്ല. ഈ ക്രിസ്മസ് അടുത്തിരിക്കുകയാണ്, ക്രിസ്മസ് ആഘോഷിക്കാറുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് വീട്ടിലെ ക്രിസ്മസിന് നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? പുൽക്കൂട് വെക്കും, പള്ളിയിൽ പോവും, പിന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, ഇത്രയൊക്കെ ഉള്ളൂ. അത് പറഞ്ഞപ്പോഴത്തെ കുക്ക് ചെയ്യുമോ? കുക്ക് ചെയ്യും. എന്താണ് ഫേവറേറ്റ് ഡിഷ്? നോൺ വെജ് ഐറ്റംസ്. ചിക്കൻ കറി. ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി പറഞ്ഞു തരാമോ? അയ്യോ, അത് കുറച്ച് പാടാണ്. ഞാൻ വെച്ചുണ്ടാക്കി ഒരു ഞങ്ങളൊക്കെ ക്ഷണിക്കും ഒരു ദിവസം കഴിക്കാൻ വേണ്ടി. പാടാ. ഇപ്പോൾ 2 സിനിമകളിൽ ലിജോ മോൾ അഭിനയിച്ചു കഴിഞ്ഞു. ഒത്തിരി രസകരമായ അനുഭവങ്ങളും ചിലപ്പം കരയാനുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും എപ്പോഴും ഓർക്കുമ്പോൾ ചിരിപ്പിക്കുന്ന, സൗബിൻ്റെ കൂടുതൽ അഭിനയിച്ചത് കൊണ്ട് ഒത്തിരി അനുഭവങ്ങൾ കാണും. ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരു സംഭവം ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? മഹേഷിൻ്റെ പ്രതികാരത്തിൽ എനിക്ക് ത്രൂ ഔട്ട് ടെൻഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പെട്ടെന്നൊരു രസകരമായ അനുഭവം പറയാൻ പറഞ്ഞാൽ കുറച്ച് പാടാ, ഓർമ്മ കിട്ടില്ല. കട്ടപ്പന ഋതിക് റോഷനിൽ സലികുമാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഫുൾ കോമഡിയാണ്. പുള്ളി ഇപ്പോൾ ഷൂട്ട് ഇല്ലാത്ത സമയത്താണെങ്കിലും അവിടെ സെറ്റിലിരിക്കുമ്പോൾ കൂടെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ അടുത്തും തമാശ പറഞ്ഞപ്പോൾ ഒരുപാട് കോമഡി കഥകൾ, അവരുടെ തന്നെ ലൈഫിലുള്ള കഥകൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ പറയില്ല. എനിക്ക് ആക്ടർ എന്നുള്ളതിന് എനിക്ക് പുള്ളി തന്നെ കണ്ടുപിടിച്ച ഒരു ഡെഫിനിഷനൊക്കെ പറഞ്ഞു തന്നത് ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. എന്ന് വെച്ചാൽ റെമ്യൂണറേഷൻ, അങ്ങനെ കുറച്ച് അങ്ങനെ അക്കോമഡേഷൻ അങ്ങനെയുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ചില സമയത്ത് നമ്മളെ കളിയാക്കുന്നതല്ല, തമാശയായിട്ട് പറഞ്ഞു തരും, അങ്ങനെയല്ല ഇങ്ങനെയല്ല. അപ്പോൾ ഒക്കെ വിഷമം തോന്നുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ എൻകറേജ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. രസമാണ്. ആരുടെങ്കിലും കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ ഇനി ഫിലിം ഏത് കിട്ടിയാലും സെലക്ട് ചെയ്യുന്നുള്ള രീതിയാണോ? ഇല്ല, ഞാൻ കഥ കേൾക്കും, അതുപോലെ ടീം ഏതാണെന്ന് നോക്കും, എൻ്റെ ക്യാരക്ടർ നോക്കും. ഇത്ര നോക്കിയിട്ടേ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. നമ്മൾ ഒത്തിരി സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത് എന്തെങ്കിലും കാര്യം? ഞാൻ പറയില്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലായിരിക്കും പിന്നെ വിഷമാവുക. അപ്പം അങ്ങനെയില്ല. എനിക്ക് എന്തെങ്കിലും നല്ല ക്യാരക്ടേഴ്സ് കിട്ടി ചെയ്യാൻ പറ്റിയ ഭാഗ്യം, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എല്ലാവരുടെയും സപ്പോർട്ട് തന്നെ. ഇപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ കിട്ടിയാൽ എല്ലാവരുടെയും സപ്പോർട്ട് ഏതായാലും വേണം, പ്രാർത്ഥനയും വേണം. തീർച്ചയായിട്ടും പ്രാർത്ഥന ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും. 2017 എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പറയാൻ എല്ലാവർക്കും നല്ല വർഷം ആശംസിക്കുന്നു. 2 സിനിമകളിലേ അഭിനയിച്ചുള്ളൂ. അപ്പം പ്രത്യേകിച്ച് ആരുടെയും കൂടെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും സിനിമയിലൊരു റോൾ മോഡൽ ഉണ്ടാവുമല്ലോ, ഏറ്റവും ഇഷ്ടമുള്ളൊരു നടൻ, നടി എന്നൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ അങ്ങനെ ഇഷ്ടപ്പെട്ടവരാരൊക്കെയാണ്? എനിക്ക് അങ്ങനെ ആരാധന തോന്നിയിട്ടുള്ള ആളുകൾ കുറവാണ്. പക്ഷെ എനിക്ക് ദുൽഖർ സൽമാൻ്റെ അഭിനയം ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ റീമ കല്ലിങ്കൽ ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുപോലെ മഞ്ജു ചേച്ചി ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ദുൽഖർ സൽമാൻ്റെ നായികയായി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഏതായാലും ഞങ്ങളോടൊപ്പം എത്തി കുറേ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ ഒക്കെ പങ്കുവച്ചു, വ്യക്തിപരമായ വിശേഷങ്ങളും പങ്കുവച്ചു. എന്തായാലും 2017 ഒരുപാട് നല്ല വർഷമാവട്ടെ, ഒരുപാട് നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുവാനായിട്ട് ലിജോ മോൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ സഖി TV പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.
നന്ദി. നോക്കണ്ട, ഞാൻ തന്നെയാണ്. ഇവിടുത്തെ